ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല നാടൻ കപ്പയും കക്കാർച്ചിയും കൂടെ നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ കക്കാർച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കക്ക ഇറച്ചിയെല്ലാം ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം പിരിയമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ കക്കാർച്ചി വെന്തതിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ കക്കാർച്ചി എടുക്കാനായിട്ട്. കക്കാർച്ചി വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതുപോലൊരു പാൻ എടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 3-4 കഷ്ണം കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സി മൂടി വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഒരുപാട് അരഞ്ഞു പോകണ്ട. ഈ സമയം നമ്മൾ വേവാൻ വെച്ചിരുന്ന കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനി തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കക്കാർച്ചിയും കപ്പയും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും കക്കാർച്ചിയും കൂടെ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മഴയത്ത് ചൂടുള്ള കപ്പയും കക്കാർച്ചിയും കൂടെ ഒരു കട്ടൻ ചായയും പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.